ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് വിഷൻ. ബയോസെർവർ എന്നുള്ള ESSLന്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതിനു ശേഷം ഇത് ഡൗൺലോഡ് ആകുന്ന ഫോൾഡറിൽ നിന്നും നമ്മളത് കോപ്പി എടുത്തിട്ട് C ഡ്രൈവിലോ D ഡ്രൈവിലോ പേസ്റ്റ് ചെയ്യും. ഏത് ഡ്രൈവിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റിയാണ്. എവിടെ ചെയ്താലും പ്രോബ്ലം ഇല്ല. ഞാൻ ഡെമോ പർപ്പസിന് C ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ദാറ്റ് മീൻസ് അത് കോപ്പി ചെയ്യുന്നത്. വൺസ് കോപ്പി ആയ ഫയൽ അത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. 7-zip, WinRAR പല എക്സ്ട്രാക്ടിങ് ടൂൾസും അവൈലബിൾ ആണ്. ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് ആ ടൂൾ യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാക്ട് ചെയ്ത ഫയലിനെ കുറച്ച് പെർമിഷൻസ്, സെക്യൂരിറ്റി പെർമിഷൻസ് എനേബിൾ ചെയ്യണം. വീഡിയോ കാണിക്കുന്ന രീതിയിൽ അത് ഫോളോ ചെയ്യുക. ആദ്യമായി ചെയ്യുന്നവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അത് ഫോളോ ചെയ്യുക. വീഡിയോ ലാഗ് ആക്കാനായിട്ടല്ല, വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു അവയർനെസ് കിട്ടുക എന്ന് മാത്രമാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോൾഡർ സെക്യൂരിറ്റി കംപ്ലീറ്റ് ആയതിനു ശേഷം പിന്നെ ഈ ഫോൾഡറിൽ നമ്മൾ റീഡ് ഓൺലി ആണ് കിടക്കുന്നത്. ആ റീഡ് ഓൺലി മാറ്റേണ്ടി വരും. ഈ ഓപ്ഷൻസ് എല്ലാം അഡ്മിൻ യൂസറിലാണ് ചെയ്യേണ്ടത്. നോർമൽ യൂസറിൽ ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അഡ്മിൻ യൂസറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് IAS ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. IAS എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. നേരത്തെ ESSLന്റെ ഈ ടെംപ്ലേറ്റ് വെബ് ഇൻസ്റ്റാൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ സെയിം ആപ്ലിക്കേഷൻ, ദാറ്റ് മീൻസ് വൺസ് ആ ആപ്ലിക്കേഷൻ കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടിരിക്കുന്ന, ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ ഇതിലേക്ക് ഹോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ പേര് കൊടുക്കണം, ഏത് പൂളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് C ഡ്രൈവിലേക്കാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. C ഡ്രൈവിൽ ആ ഒരു ഫോൾഡറിൽ സെലക്ട് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ആഡ് ആവുന്നതാണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടിയുണ്ട്. അതിൽ iClock എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വൺസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് അത് 80 എന്നുള്ള പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിക്കൊണ്ട് 8886 എന്നുള്ളൊരു പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് യൂസർ ഡിഫൈൻഡ് ആണ്. ഏത് പോർട്ട് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എൻ്റെ ഒരു കൺവീനിയൻസ് ആണ് ഞാനിവിടെ നോക്കിയിരിക്കുന്നത്. എനിക്ക് 8886 എന്നുള്ളൊരു പോർട്ടാണ് വേണ്ടത് എൻ്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പോർട്ട് കൊടുത്തു. ഇനി വേണ്ടതെന്ന് പറയുന്നത് വെബ് ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാണ്. അതിന് നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിലേക്ക് കയറിയിട്ട് പിന്നെയും ഇതിനെ കോൾ ചെയ്യുന്നു. iClock എന്നുള്ള പേരിൽ ഇത് പേര് ചെയ്ത് ആ ലൊക്കേഷനിൽ കയറി ഇതിന്റെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ iClock എന്നുള്ള ഫോട്ടോ കാണാൻ പറ്റും. ആ ഫോൾഡർ ഇതായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഈ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബ്രൗസ് ചെയ്താൽ മതി. മേക്ക് ഇറ്റ് ഷുവർ അതിന്റെ പോഡ് വന്നിട്ട് .NET 4.5 ക്ലാസിക് എന്നുള്ളൊരു വേർഷൻ ആയിരിക്കണം. ഇത് സൈറ്റ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ സൈറ്റിന്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് കണക്ടിവിറ്റി ആണ്. ഇപ്പൊ ഡാറ്റാബേസ് ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഡാറ്റാബേസ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിലുള്ള ഫയലിനെ നമ്മുടെ ആപ്ലിക്കേഷൻ SQLലേക്ക് കണക്ട് ചെയ്ത് ആ ഡാറ്റാബേസ് അറ്റാച്ച് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട്. ഡാറ്റാബേസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിൽ ഡാറ്റാബേസ് എന്നുള്ളൊരു ഫയൽ ഉണ്ടാവും. ആ ഫയലാണ് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടത്. ജസ്റ്റ് വീഡിയോ ഫോളോ ചെയ്താൽ മതി കേട്ടോ. കാരണം അത് ഓൾമോസ്റ്റ് പറയുന്നതിനേക്കാൾ ഉപരി അത് എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം കുറച്ചും കൂടെ നല്ലത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് തറവായിട്ട് കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് വീഡിയോ കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഡാറ്റാബേസ് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. SQLിന് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള, നമ്മുടെ ആപ്ലിക്കേഷനോട് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു യൂസർ നെയിമും പാസ്വേഡും കൺഫേം പാസ്വേഡും കൊടുക്കുക. അതിനുശേഷമായിട്ട് വൺസ് ഈ ഫോഴ്സ്ഫുള്ളി പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കാനുള്ള ചെക്സ് ഉണ്ട്, അത് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഡാറ്റാബേസിലേക്കാണോ നമ്മൾ ഈ ഒരു ലോഗിൻ ഏത് ഡാറ്റാബേസിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ ആ ഡാറ്റാബേസിന്റെ പേര് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക.
ഇനി ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെത്തേഡ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടി വരും. ഈ ഒരു ലോഗിന് എന്തൊക്കെ പ്രൊവിഷൻസ് ലൈക്ക് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ട്, ഡിസബിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. ഓരോ പോയിന്റ്സും വിടാതെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഈ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം SQL ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീസ്റ്റാർട്ട് ഓപ്ഷൻ കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഇപ്പോൾ ചെയ്ത സെറ്റിംഗ്സ് എല്ലാം എഫക്റ്റ് എത്താനായിട്ട് റീസ്റ്റാർട്ട് ഉപകരിക്കും. നേരത്തെ നമ്മൾ ഹോസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ തന്നെ ഒന്നുകൂടി കയറുക. അതിന്റെ ലിങ്ക് നോർമലി അറിയാലോ, ഒന്നുകിൽ IIS കയറി ബ്രൗസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് പിന്നെ അതിന്റെ പോർട്ട് /iCloud അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. ഇപ്പോൾ നമുക്ക് വേണ്ടത് DB സെറ്റിംഗ്സ് ആണ്. /admin/DB settings.aspx അടിക്കുവാണെങ്കിൽ നമുക്ക് DB സെറ്റിംഗ്സിലേക്ക് കയറാൻ പറ്റും. അതിന്റെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു എറർ വന്നിട്ടുണ്ട്. നമ്മൾ ഡാറ്റാബേസിന്റെ പേര് കൊടുത്തിരിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഡാറ്റാബേസിന്റെ പേര് കറക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒന്നുകൂടി SQL നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. SQL ഓപ്പൺ ചെയ്യാം. ഡാറ്റാബേസ് എക്സ്പാൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് കാണാൻ പറ്റും. അത് എഡിറ്റ് ചെയ്ത് റീനെയിം ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി എടുത്ത് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ SQL കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റാബേസിന്റെ പേര് എന്താണ്, യൂസർ നെയിം എന്താണ്, പാസ്വേഡ്, പിന്നെ ആ SQLന്റെ പേരും കൂടി വേണ്ടി വരും. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന SQLന്റെ പേര് ജസ്റ്റ് ഒരു കുത്തിട്ടാലും മതി, നമുക്ക് ഓക്കെ ആവാറുണ്ട്. അല്ലെങ്കിൽ SQLന്റെ നമ്മുടെ SQL സെർവറിന്റെ പേര് തന്നെ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റിംഗ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലോഗിൻ ചെയ്ത് നോക്കാം. ESSന്റെ ആപ്ലിക്കേഷനേക്കാൾ ഉപരി ഇവിടെ ഒരു ക്യാപ്ചയും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. വൺസ് ക്യാപ്ച കറക്റ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലോഗിൻ പേജിലേക്ക് കയറുവാണെങ്കിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇവാലുവേഷൻ പീരീഡിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഡാറ്റാബേസ് കണക്ടിവിറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ആക്സസും അല്ലെങ്കിൽ അറ്റൻഡൻസിന് വേണ്ടിയുള്ള മൊഡ്യൂൾസോ ഏത് മൊഡ്യൂൾ വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് റൂൾസ് ക്രിയേറ്റ് ചെയ്യുക. ഫയർവാൾ സെറ്റിംഗ്സിൽ കയറിയതിനു ശേഷമാണ് അത് ചെയ്യേണ്ടത്. ഇതുവരെ ഇതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ, കാരണം ഞാൻ അടക്കം ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫയർവാൾ ഫുള്ളായിട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതല്ല, പർട്ടിക്കുലർലി ഒരു ഇൻബൗണ്ടിൽ ദാറ്റ് മീൻസ് ഫയർവാൾ ഓഫ് ചെയ്യാതെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഓരോ പോർട്ടിനും ഒരു എബിലിറ്റീസ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതിൽ 8886 എന്നുള്ളൊരു പോർട്ടാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ പോർട്ട് മാത്രം നമുക്ക് ദാറ്റ് മീൻസ് ഇതിന്റെ ഫയർവാളിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പോർട്ട് ഓപ്പണിംഗിന്റെ ബേസിക് സ്റ്റെപ്പാണിത്.
പിന്നെ ഇതിൽ ലൈസൻസിങ് ബേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ലൈസൻസ് കോഡ് കിട്ടുന്നുണ്ട്. ആ ഒരു കോഡ് ഇവാലുവേഷൻ ടൈമിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു കോഡ് നമുക്ക് മെയിൽ അയക്കുവാണെങ്കിൽ നമ്മൾ ലൈസൻസ് എടുത്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ഒരു വെണ്ടർ ഉണ്ടാവുമല്ലോ, ആ വെണ്ടർ സമീപിക്കുവാണെങ്കിൽ അവർ ലൈസൻസ് എടുത്ത് തരും. മൂന്നാമത്തെ ഓപ്ഷനാണ് ESSLന്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അത് എക്സ്പെൻസീവ് ആണ് എന്നതിനേക്കാൾ ഉപരി എൻഡ് യൂസർക്ക് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഈ എൻഡ് യൂസർ ഒരു ഇൻസ്റ്റാളറിന്റെ സപ്പോർട്ട് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ESSL അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മാക്സിമം എക്സ്പെൻസീവ് ആയുള്ള രീതിയിലാണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ലൈസൻസിങ് പാർട്ട് അതിന്റെ ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് റൂൾസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി അതിന്റെ സൈറ്റിൽ കയറാം. നമ്മൾ ഹോസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ ഒന്നുകൂടി കയറാം. ലോക്കൽ ഹോസ്റ്റ് ഹോളൻ 88886/iCloud. പിന്നെ അതിന്റെ ബാക്കിയുള്ള യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളും. ഈ കമ്പ്യൂട്ടറിന്റെ IP 192.168.1.14 ആണ്. ഒന്ന് സിമ്പിൾ നോക്കുക. അതിന്റെ വെബ് കണക്ടിവിറ്റി ക്ലോസ്ഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ സെർവറിന്റെ IP അഡ്രസ്സ് ഈ പഞ്ചിങ് മെഷീനിലേക്ക് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡിവൈസിലേക്ക് കൊടുത്താലാണ് ഡിവൈസും സോഫ്റ്റ്വെയറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ADMS സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ ക്ലൗഡ് സെർവർ സെറ്റിംഗ്സിൽ ആ കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ്സ് 192.168.1.14, പിന്നെ പോർട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത പോർട്ട് 888886. അത് കംപ്ലീറ്റ്ലി യൂസർ ഡിഫൈൻഡ് ആണ്. ഇപ്പൊ ഞാൻ ആ പോർട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ആ പോർട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പോർട്ടാണോ അസൈൻ ചെയ്യുന്നത് ആ പോർട്ട് തന്നെ കൊടുക്കുക. ക്ലൗഡ് സെർവർ സെറ്റിംഗ്സിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ എതർനെറ്റ് സെറ്റിംഗ്സിൽ ഈ പിങ് ആവണം, ആ നെറ്റ്വർക്കിൽ പിങ് ആവുന്ന രീതിയിലുള്ള IP അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. എക്സ്റ്റേണലി കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗേറ്റ് വേയും പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിന്റെ വെബ് കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അത് സോഫ്റ്റ്വെയറിൽ ഒന്നും കൂടി ലോഗിൻ ചെയ്യുവാണ്. യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്നു, ക്യാപ്ചയും കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്, അതിനകത്ത് ഡിവൈസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവൈസിന് സീരിയൽ നമ്പർ എടുക്കാനായിട്ട് കുറച്ചും കൂടി സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് eTimeTrack Liteന്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡിവൈസ് മാനേജ്മെന്റിൽ പോയിട്ട് ഡിവൈസ് എഡിറ്റ് ചെയ്യുക. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഡിവൈസ് മാനേജ്മെന്റ് എഡിറ്റ് ചെയ്യുക. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡിവൈസിന്റെ നമുക്ക് IP അറിയണം കേട്ടോ, അതിന്റെ സീരിയൽ നമ്പർ അറിയാൻ പറ്റും. ആ സീരിയൽ നമ്പർ കോപ്പി എടുത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറി സീരിയൽ നമ്പർ കൊടുക്കുക. അതിന് പേര് കൊടുക്കുക, ഡിവൈസിന് പേര് കൊടുക്കുക, സീരിയൽ നമ്പർ കൊടുക്കുക, ഏത് ലൊക്കേഷനിലാണെന്ന് കൊടുക്കുക. ലൊക്കേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്, ബൈ ഡിഫോൾട്ട് ഉണ്ടാവില്ല. ആ കോഡ് എങ്ങനെ എടുക്കാം, ആക്ടിവേഷൻ കോഡ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമുക്ക് സീരിയൽ നമ്പർ എടുത്തിട്ട് ESSLന്റെ വെബ്സൈറ്റിൽ പോയിട്ട് അത് വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. ESSLന്റെ തന്നെ ഡിവൈസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിലൂടെയാണ് ഇതിന്റെ കോഡ് കിട്ടുന്നത്. ഇവിടെ ഡിവൈസിന്റെ സീരിയൽ നമ്പർ നമ്മൾ നേരത്തെ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ആ സീരിയൽ നമ്പർ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള മാത്തമാറ്റിക് ഓപ്പറേഷൻസ് മീൻസ് അതൊരു കമ്പ്യൂട്ടർ തന്നെയാണ്, അല്ല മനുഷ്യൻ തന്നെയാണ് നോക്കുന്നതെന്ന് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിന്റെ അതിന്റെ ക്യാപ്ചയോ എന്തോ അതിന്റെ കാൽക്കുലേഷൻ കൊടുക്കുക. എന്നിട്ട് കിട്ടുന്ന കോഡ്, ആ കോഡ് കോപ്പി ചെയ്യുക. ആ കോഡാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഡിവൈസ് മാനേജ്മെന്റിൽ ആഡ് ചെയ്യേണ്ടത്. വൺസ് അത് ആഡ് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഡിവൈസ് ഓൺലൈൻ ആയിട്ടുണ്ട്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ ബയോ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടിയാണ്. തേർഡ് പാർട്ടി ഇന്റഗ്രേഷന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. വൺസ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ ആ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും.